അതിക്രമം, അധിനിവേശം. ഒരാളുടെയും ഭൂമിയിലേക്ക്, ഒരാളുടെയും സ്വത്വത്തിലേക്ക്, ഒരാളുടെയും വിശ്വാസത്തിലേക്ക്, ഒരാളുടെയും ആചാരത്തിലേക്ക്, ഒരാളുടെയും അധികാരത്തിലേക്ക്, ഒരാളുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കൈവെക്കാൻ അനുവദിക്കരുത് ഒരാളെയും. ഇതാണ് നമ്മുടെ പൂർവികരുടെ പ്രചോദനം. ഇതാണ് ഖുർആന്റെ കൽപ്പന. നിങ്ങളുടെ മുന്നിൽ ഒരാൾ ആക്രമിക്കപ്പെടുന്നത് കണ്ടാൽ അവന് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ, അക്രമി മുസ്ലിമാണെങ്കിൽ പോലും പിടിച്ചോളണം അവന്റെ കൈ. അന്യായമായി ഒരാളും ആക്രമിക്കമ്മയാക്കി, ഭൂമിയെ ദുർഗാദേവിയാക്കി, അതിനോട് വണങ്ങിയുമുള്ള പ്രാർത്ഥന വന്ദേ മാതരം വിശ്വാസികളായ നമുക്ക് പാടില്ലാത്തതാണ്. വിശ്വാസപരമായി അത് ചൊല്ലുന്നതിൽ മറ്റു വിശ്വസിക്കുന്ന ആളുകൾ ചൊല്ലുന്നതിൽ നമ്മളെതിരല്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ആർക്കും ചൊല്ലാം, ആർക്കും വിശ്വസിക്കാം. പക്ഷെ അത് ചൊല്ലാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകും. സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട്, ഇത് ഇന്നലെ സൂചിപ്പിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രാജ്യം അതിൻ്റെ 8 പതിറ്റാണ്ട് പിന്നിട്ട സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. അത് ഇന്നലകളിലും മിഞ്ഞാന്നൊക്കെ ആയിട്ട്, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് അതിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ദിനം എന്ന നിലക്ക് നാളെ ലോകമെമ്പാടും ഊഷ്മളമായ പ്രൗഢഗംഭീരമായ പരിപാടികളോടുകൂടി ആചരിക്കപ്പെടുകയാണ്. തീർച്ചയായും നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെയൊക്കെ പൂർവികരായ ആളുകൾ, അവരുടെ രക്തത്തിൻ്റെ മണമുണ്ട് ആ സ്വാതന്ത്ര്യത്തിന്, അവരുടെ രക്തത്തിൻ്റെ ഗന്ധമുണ്ട് നമ്മുടെ ദേശീയ പതാകക്ക്, നമ്മുടെ പൈതൃകങ്ങൾക്ക്. അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നാനാജാതി മതസ്ഥരും മതമില്ലാത്തവരും ദൈവത്തെ നിഷേധിക്കുന്നവരും ഒക്കെ ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് ഒറ്റക്കെട്ടായി നിന്ന് പോരാടി നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അതേതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല, അല്ലെങ്കിൽ മതം ഇല്ലാത്തവൻ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. ഒറ്റുകാരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, വൈദേശിക ശക്തികൾക്ക് പാദസേവ ചെയ്തവരുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറം ഈ രാജ്യത്തെ സകലമാന മനുഷ്യരും ഒന്നിച്ച് ഒരുമിച്ച്, ഒരുമയാണ് പെരുമ എന്ന് പറയാറുണ്ടല്ലോ. ഒരു ശത്രു ഉണ്ടായിരുന്നു. ആരാ ശത്രു? പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ കാലാകാലങ്ങളിൽ നമ്മുടെ ശത്രുക്കളായിരുന്നു. ഒരു ശത്രുവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിനുവേണ്ടി ഐക്യപ്പെടുക എന്നുള്ളത്, ആ ഒരു ഐക്യബോധം വളരെ പ്രധാനമാണ്. ഇന്ന് ചില ആളുകൾ ഈ രാജ്യത്തെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ഒരു പൊതു ശത്രുവിനെ നിർമ്മിച്ചിട്ടുണ്ട്. ആ ശത്രുവിന് അവർ പല പേരുകളും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അപ്പുറത്ത് പല ഏകീകരണങ്ങളും നടത്താൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ മനസ്സിലാക്കണം, ഈ സ്വാതന്ത്ര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. എന്നിരിക്കെ ഒരു മതവിഭാഗത്തെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ തമസ്കരിക്കുവാനുള്ള വളരെ ബോധപൂർവമായ നീക്കങ്ങൾ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, അല്ലെങ്കിൽ ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലൊന്നുമല്ല. അതിനു മുമ്പ് തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലുമൊക്കെ വളരെ കുൽസിതമായ ശ്രമങ്ങൾ നടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് മാത്രം. കുറച്ചും കൂടെ അതിൻ്റെ രൂപഭാവങ്ങൾ മാറി എന്നതാണ് ഈ പുതിയ ഗവൺമെൻറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ചരിത്രങ്ങളിൽ, പാഠപുസ്തകങ്ങളിൽ നിന്ന്, കുട്ടികളുടെ പുതിയ തലമുറയുടെ മനസ്സിൽ നിന്ന് ചില സ്വാതന്ത്ര്യ സമര സേനാനികളുടെ, പ്രത്യേകിച്ച് ചില മതവിഭാഗത്തിൻ്റെ, മുസ്ലിം വിഭാഗത്തിൻ്റെ പേരുകൾ അടർത്തി മാറ്റാനുള്ള, അങ്ങനെ ചരിത്രത്തെ വികലമാക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല. പക്ഷേ നമ്മൾ എന്തു ചെയ്യണം?
ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുക സാധ്യമല്ല. ഇത് കേവലം ഒരു കവല പ്രസംഗമല്ല. ഈ വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ ഒരല്പം വൈകാരികമായി അല്ലെങ്കിൽ ഖുതുബയുടെ പവിത്രത തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, നമുക്ക് കിട്ടിയത് സ്വാതന്ത്ര്യമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളിൽ വളരെ വിശദമായി മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇതൊക്കെ നമ്മൾ പഠിച്ചവരാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിലും അതിൻ്റെ ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ആളുകളാണ്. അറ്റ്ലീസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും പഠിച്ച ആളുകളാണ് നമ്മളൊക്കെ. സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള സ്വാതന്ത്ര്യം, അതിൽ മതസ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും നമ്മുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെ? 3 കാര്യങ്ങളാണ്. ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അത് വേറെ വിഷയം. ഇഷ്ടമുള്ള മതം വിശ്വസിക്കുവാനും ആ വിശ്വസിക്കുക മാത്രമല്ല ആ മതത്തെ ആചരിക്കുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദഅവത്ത് ചെയ്യുവാനുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ആ ഉറപ്പിനെ ലംഘിക്കാനും ചില ആളുകൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താനും വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക. അപ്പോൾ വന്ദേ മാതരം, ഞാൻ എൻ്റെ വരികളിലേക്കും മറ്റൊന്നും പോകുന്നില്ല. വന്ദേ മാതരം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വരികൾ ഒരല്പം സൂക്ഷ്മമായി പരിശോധിച്ചാൽ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് എതിരാണ് എന്നതുകൊണ്ട് വന്ദേ മാതരം ആലപിക്കൽ നമുക്ക് പാടുള്ളതല്ല, നമുക്ക് അനുവദനീയമായ കാര്യമല്ല. അപ്പോൾ എന്തിനെ ഒരു കൂട്ടരെ നിർബന്ധിക്കണം? എല്ലാവരും, അത് തീവ്രതയല്ലേ? അതല്ലേ വർഗീയത? സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടെ താമസിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകൾ ഇന്നത് വിശ്വസിക്കണം, ഇന്നത് പറയണം, ഇന്നത് പാടണം എന്ന് നിർബന്ധിച്ചാൽ, അവരുടെ വിശ്വാസത്തിനെതിരായി നിർബന്ധിച്ചാൽ അത് വർഗീയതയും അത് തീവ്രതയുമാണ്. അത് അംഗീകരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു ഹൈന്ദവ സങ്കല്പത്തിലുള്ള ഒരു ദുർഗാദേവിയായി ഈ ഭൂമിയെ സങ്കല്പിച്ച് അതിനെ വണങ്ങി അതിനോട് പ്രാർത്ഥിക്കുന്ന വരികളിലേക്ക് ഞാൻ പോകുന്നില്ല. ശിർക്കിൽ അധിഷ്ഠിതമായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത ഒന്ന് ഏറ്റവും അവസാനം അത് നമ്മളിൽ നിർബന്ധമാക്കാൻ ശ്രമിക്കുകയാണ്. ശാരീരികമായി കൈകാര്യം ചെയ്യൽ എളുപ്പമല്ല എന്ന് മനസ്സിലായി. കുറേ കലാപങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി നോക്കി. മാലേഗാവിലും സംജോത എക്സ്പ്രസിലും ഒക്കെ കുറേ കലാപങ്ങളും അല്ലെങ്കിൽ സ്ഫോടനങ്ങളും ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കി നോക്കി. എന്നിട്ട് നിരപരാധികളായ വിദ്യരായ ചുറുചുറുക്കുള്ള മുസ്ലിം ചെറുപ്പക്കാരെ, ഭാവിയുടെ പ്രതീക്ഷകളായ 100 കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ അന്യായമായി കേസുകളിൽ കുടുക്കി ജയിലുകളിൽ അടക്കപ്പെട്ടു. ഇന്നും പലരും ജയിലിലാണ്. ചില ആളുകൾ 10, 20, 30 കൊല്ലങ്ങൾക്ക് ശേഷം കുറ്റം തെളിയിക്കപ്പെടാതെ അവരെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ജയിലറകൾക്കുള്ളിൽ ചിലവഴിക്കപ്പെട്ട് നിരപരാധികളായി വിട്ടയക്കപ്പെടുകയാണ്. ഇതൊക്കെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതും ചെയ്തു നോക്കി. പക്ഷേ അങ്ങനെ ഒരു കലാപങ്ങളിലൂടെ തീർക്കാൻ കഴിയുന്നതല്ല ഈ സമുദായം എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരെ പ്രസംഗങ്ങളിലൂടെ കലാപാഹ്വാനങ്ങൾ നടത്തി നോക്കി. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളണം, അല്ലെങ്കിൽ ഇവിടെ ഗർ വാപ്പസി നടത്തിക്കൊള്ളണം. പ്രവാചകന്മാരോട് ഓരോ കാലഘട്ടത്തിലും അതാത് ജനങ്ങളിലേക്ക് കടന്നു ചെന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കളോട് മുർസലീങ്ങളോട് ആ ജനത പറഞ്ഞൊരു വാക്ക് പരിശുദ്ധ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൻ്റെ 13-14 ആയത്തുകളാണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാലല്ലദീന കഫറു ലിറുസുലിഹിം
സത്യനിഷേധികളായ ആളുകൾ അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, പ്രവാചകന്മാരോട് പറയുകയാണ്, ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിനാ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും. ലനുഖ്രിജന്നകും, തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ നാട് കടത്തും. മിൻ അർളിന, ഞങ്ങളുടെ രാജ്യത്ത് നിന്ന്. ഔ, അല്ലെങ്കിൽ, അല്ലാത്ത പക്ഷം ലതഊദുന്ന ഫീ മില്ലതിനാ, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക്, പൂർവ്വ മതത്തിലേക്ക് തിരിച്ചു വരണം. ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണം, എല്ലാവരും ഗർവാപ്പസി നടത്തണം. അതിനുള്ള ശ്രമമാണ് നമ്മുടെ വിശ്വാസങ്ങളെ ബലി അർപ്പിച്ചുകൊണ്ട് പിന്നെ മറ്റു വിശ്വാസങ്ങളിലേക്ക് ചെല്ലാനുള്ള നിർബന്ധിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞ കാര്യമാണ്. അപ്പം എന്താ സംഭവിച്ചു? ഫഔഹാ ഇലൈഹിം റബ്ബുഹും, അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അമ്പിയാക്കൾക്ക്, മുർസലീങ്ങൾക്ക് നൽകിയ ഒരു ദിവ്യബോധനമുണ്ട്, വഹയുണ്ട്. എന്താണ് അല്ലാഹ് നൽകിയ വഹയ്? ലനഖുലികന്നല്ലാലിമീൻ, തീർച്ചയായും ഇത്തരത്തിലുള്ള അക്രമികളായ ആളുകളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. പേടിക്കണ്ട പ്രവാചകരെ, പേടിക്കണ്ട നബിയെ, ഈ അക്രമികളായ ലാലിമീങ്ങളായ ആളുകളെ നാം നശിപ്പിക്കുകയും വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, അവരെ നശിപ്പിച്ചതിന് ശേഷം ഈ നാടിൻ്റെ അധിവാസം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യും. വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, ഇത് ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്, അഷ്റഫുൽ ഹൽക്കിൻ്റെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്, അതിനുശേഷം വിവിധ സന്ദർഭങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അത്തരമൊന്ന് സംഭവിക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം. ആർക്കാണെന്നറിയോ ഈ ഓഫർ? ആർക്കാണ് ഈ വാഗ്ദാനം? ദാലിക, ഇത് ലിമൻ ഖാഫ, ഭയപ്പെടുന്നവർക്കാണ് കേട്ടോ, അല്ലാത്തവർക്കില്ല. മഖാമി വഖാഫ വഈദ്, എൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കണമെന്ന് ബോധ്യമുള്ള, എൻ്റെ മുന്നിൽ ഹാജരാകണമെന്ന് ഭയപ്പാടുള്ള സത്യവിശ്വാസികളായ ആളുകൾക്ക് ഈ ഒരു വിജയം ഞാൻ നൽകും. വഖാഫ വഈദ്, എൻ്റെ മുന്നറിയിപ്പുകളെ ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക്. നമുക്ക് അല്ലാഹനെ പേടിയില്ല എന്നതാണ് മുസ്ലിങ്ങളുടെ ശത്രുവിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. നമ്മൾ ഇസ്ലാമിൽ നിന്ന് ഒരു യൂറോപ്യനായ ഒരാൾ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ മുസ്ലിങ്ങളുണ്ടല്ലോ, അവരെ ഞങ്ങൾക്ക് പേടിയില്ല. പേടിക്കും. എപ്പോൾ? അവരെ ഞങ്ങൾ ഭയപ്പെടും. അവർ വെള്ളിയാഴ്ച ജുമുഅക്ക് ഒരുമിച്ച് കൂടാൻ കാണിക്കുന്ന ആവേശം സുബഹി ജമാഅത്തിന് അവർ കാണിച്ചാൽ അന്ന് ഞങ്ങൾ അവരെ ഭയപ്പെടും. അവർക്ക് പോലും അറിയാം ആരാണ് ഈമാനുള്ളവർ, ആരാണ് ഈമാനില്ലാത്തവർ എന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ പാരമ്പര്യം, ആ പാരമ്പര്യമൊക്കെ പറഞ്ഞാൽ എത്തോ എവിടെയെങ്കിലും? മഹാത്മാഗാന്ധിയോടൊപ്പം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം, ഭഗത് സിംഗിനോടൊപ്പം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പോരാടിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ, മൗലാന മുഹമ്മദ് അലിയുടെ സഹോദരൻ മൗലാന ഷൗക്കത്ത് അലി, അബുൽ കലാം ആസാദ്, ഇങ്ങനെ തുടങ്ങി ധാരാളം വിവിധ ഘട്ടങ്ങളിൽ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അഗ്രഗണ്യനായ ഉജ്ജ്വലനായ പടയാളി ടിപ്പു സുൽത്താൻ. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ മഖ്ദൂമുമാർ, കുഞ്ഞാലിമരക്കാർമാർ, കുഞ്ഞാലിമരക്കാർ 1, 2, 3, 4, എത്ര രോമാഞ്ചമുണ്ടാക്കുന്ന ചരിത്രമാണ് അവരുടേത്. മമ്പുറം തങ്ങന്മാർ, വെളിയങ്കോട് ഉമർ ഖാലി, ഫസൽ പൂക്കോയ തങ്ങൾ, ഫസൽ സയ്യിദ് അലവി തങ്ങൾ. സയ്യിദ് അലവി തങ്ങള് 94-ാമത്തെ വയസ്സിലാണ് മഹാനായ തങ്ങളുപ്പാപ്പ അന്തരിക്കുന്നത്, മരണപ്പെടുന്നത്. 93-ാമത്തെ വയസ്സിലും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ ഏർപ്പെട്ട് ആ സമരത്തിന്റെ ഭാഗമായി ശരീരത്തിൽ മുറിവേറ്റുകൊണ്ടാണ് 1 വർഷം രോഗബാധിതനായി കിടന്ന തങ്ങളുപ്പാപ്പ 94-ാമത്തെ വയസ്സിൽ അന്ത്യശ്വാസം വലിക്കുന്നത്. 93-ാമത്തെ വയസ്സിൽ പോലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാനായ മമ്പുറത്ത് സയ്യിദ് അലവി തങ്ങളുപ്പാപ്പ. ചെറിയ ചരിത്രമല്ല നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട്
ഇപ്പോ ഇതാ മഹാനായ മുഹമ്മദ് അലി ജൗഹർ, നിങ്ങൾക്കറിയാലോ, യു പിയിലെ മുഹമ്മദ് അലി ജൗഹർ യൂണിവേഴ്സിറ്റിയുടെ 38 കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള ശ്രമം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. 38 ബിൽഡിങ്ങുകൾ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ പേരിൽ 2006 നിലവിൽ വന്ന മുഹമ്മദ് അലി ജൗഹർ യൂണിവേഴ്സിറ്റി യു പിയിലെ, അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിം അടയാളങ്ങള്, ചിഹ്നങ്ങള്, കലാലയങ്ങള്, പിന്നെ ദർഗകൾ വേണോ വേണ്ടെന്നുള്ളത് വേറെ വിഷയം, അതവിടെ നിൽക്കട്ടെ. ആ ദർഗകളെ, അതുപോലെ പള്ളികളെ എല്ലാം തച്ചുടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ അരമനയിൽ കടന്നു ചെന്നിട്ട്, ബ്രിട്ടീഷുകാരുടെ അരമനയിൽ ബ്രിട്ടീഷ് രാജാവിന്റെ മുന്നിൽ ചെന്നിട്ട് ഘോരഘോരം പ്രസംഗിച്ചു മൗലാന മുഹമ്മദ് അലി ജൗഹർ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, നിങ്ങളത് തരണം. അങ്ങനെ തരാൻ ഒരുക്കമല്ലെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് മടങ്ങാൻ ഞാനും ഒരുക്കമല്ല. എനിക്ക് സ്വതന്ത്ര ഭൂമിയിൽ ഒരു 6 അടി മണ്ണ് എന്നെ കബറടക്കാൻ തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ലണ്ടനിൽ, UK യിൽ, ബ്രിട്ടനിൽ മരണപ്പെട്ട മൗലാന മുഹമ്മദ് അലിയുടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തിയ ഉജ്ജ്വലമായ പ്രഭാഷണം ഇന്നും നമ്മുടെ കാതുകളിൽ അതിൻ്റെ വരികൾ വന്ന് തല അലക്കുകയാണ്. അത്രയും ഉജ്ജ്വലമായ അദ്ദേഹത്തിന്റെ ഖബർ, അദ്ദേഹം ബ്രിട്ടനിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഖബർ ജെറൂസലേമിലാണ്, ഗസയിലാണ്. മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ, ആ മുഹമ്മദ് അലി ജൗഹറിന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയുടെ 38 ബിൽഡിങ്ങുകളാണ് ഇന്ന് UP സർക്കാർ നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഖിലാഫത്ത് പ്രസ്ഥാനം നമുക്കറിയാം 1919 ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. അന്ന് ഖിലാഫത്ത് തകർന്നിട്ടില്ല. 1924 ഖിലാഫത്ത് പൂർണ്ണമായും തകരുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഖിലാഫത്ത് വളരെ ദുർബലമാവുകയും ആ ദുർബലമാകുന്ന ഖിലാഫത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി, ആഗോളതലത്തിൽ നടന്ന ശ്രമത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം നൽകി. കേരളത്തിൽ ഉമർ ഖാലിയെ പോലുള്ള, വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയെ പോലുള്ള, ആലി മുസ്ലിയാരെ പോലുള്ള മഹാരഥന്മാർ അതിന് നേതൃത്വം നൽകി. അതൊരു തീവ്രവാദ പ്രസ്ഥാനമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മജി അതുമായി സഹകരിക്കില്ലായിരുന്നു. ഖിലാഫത്ത് എന്നത് മുസ്ലിങ്ങളുടെ ആഭ്യന്തര കാര്യമായിരിക്കെ ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ടൈപ്പായിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തത്. ഇതെല്ലാം ചരിത്രമാണ്. ഈ ചരിത്രങ്ങളെല്ലാം പൊളിച്ചെഴുതാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് കണ്ടില്ല, അത് കേട്ടില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന നിലക്ക് നമുക്കങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ പൂർവ്വസൂരികളായ മഹാരഥന്മാരോട് അവർ ചിന്തിയ രക്തത്തോട് ചെയ്യുന്ന അനീതിയാണ്, ക്രൂരതയാണ്, ചതിയാണ് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഉമർ ഖാലി, വലിയ ചരിത്ര പാരമ്പര്യമുണ്ട് ഉമർ ഖാലിക്ക്. ഈ നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നതിനും മുൻപ് ഉമർ ഖാലി ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ നികുതി നിഷേധ സമരം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യം ബ്രിട്ടീഷുകാർക്ക് പടച്ചോന്റെ ഭൂമിക്ക് നികുതിയായി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഒന്നും തരാൻ കഴിയൂലടാ എന്ന് പറഞ്ഞ ഉമർ ഖാലി, മഹാനായ ഉമർ ഖാലി, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം, നമ്മൾ സന്ദർശിക്കണം ആ നാടൊക്കെ, സ്ഥലമൊക്കെ. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ രണ്ടാം മഖ്ദൂമിന്റെ ഒരു കിതാബാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടത്തെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ, പോരാളികൾക്കുള്ള സമ്മാനം. അധിനിവേശ ശക്തികൾക്കെതിരെ, പോർച്ചുഗീസുകാർക്കെതിരെ പോരാടുന്ന പോരാളികൾക്കുള്ള സമ്മാനം എന്ന അർത്ഥത്തിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് തുഹ്ഫത്തു അൽ മുജാഹിദീൻ. മഹാനായ നേരത്തെ പറഞ്ഞ മമ്പുറം സയ്യിദ് ഫസൽ അലവി തങ്ങള്, ആ തങ്ങളുടെ കിതാബുണ്ട് അസൈഫുൽ ബത്താർ, മൂർച്ചയുള്ള വാൾ, മൂർച്ചയുള്ള പടവാൾ എന്ന അർത്ഥത്തിൽ യുവാക്കളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മഹാനായ മമ്പുറം തങ്ങൾ രചിച്ച ബുക്ക് ഇന്നും നമുക്ക് വായിക്കാൻ കിട്ടും. ഇന്നും നമുക്കത് ലഭ്യമാണ്, വിവിധ ഭാഷകളിൽ ലഭ്യമാണ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ ലഭ്യമാണ്.
ഈ ചരിത്രങ്ങളൊക്കെ വളരെ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുകയും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ മസ്തിഷ്കങ്ങളിൽ വളരെ വികലമായി ചരിത്രത്തെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മുടെ പൂർവികരോട് ചെയ്യുന്ന വലിയ വഞ്ചനയായിരിക്കും എന്നേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ നിങ്ങൾ കേൾക്കാറുണ്ടാവും, ഒരുപക്ഷെ സാധാരണ അറബി ഖുതുബ നടക്കുന്ന പള്ളികളിൽ പോയാൽ ആ ഖുതുബയുടെ അവസാനത്തിൽ ഇങ്ങനെ കേൾക്കാം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅലകും ലഅല്ലകും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ എന്നിങ്ങനെ വളരെ പതുക്കെ ശ്രദ്ധിച്ചാലേ മനസ്സിലാകുള്ളൂ. എന്താണ് പറഞ്ഞത്? എന്തിനാണത് പതുക്കെ പറയുന്നത് എന്നെനിക്കറിയില്ല. ആ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഇന്നല്ലാഹ യഅ്മുറു, തീർച്ചയായും അല്ലാഹുവിന്റെ കൽപ്പനയാണ്, പടച്ച റബ്ബ് കൽപ്പിക്കുന്നു, ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതി നടപ്പിലാക്കാൻ. അത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വിശ്വാസി എന്നോ അവിശ്വാസി എന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും നീതി ലഭിക്കണം. അത് ഇസ്ലാമിന്റെ ഒരു കൺസെപ്റ്റാണ്. ജൂതന് വേണ്ടി ഇറങ്ങിയ എത്ര ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത് മുസ്ലിമിനെതിരായിട്ട്. മുസ്ലിമും ജൂതനും തമ്മിലുള്ള കേസ് വന്നപ്പോ മുസ്ലിമിനെതിരായി വിധി പറഞ്ഞുകൊണ്ട് ജൂതനെ അനുകൂലിച്ചുകൊണ്ട് എത്ര ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. കാരണം ഇത് മുസ്ലിങ്ങൾക്കുള്ള ഗ്രന്ഥമല്ല, അത് ബിൽ അദ്ൽ, നിങ്ങൾ നീതി നടപ്പിലാക്കണം, വൽ ഇഹ്സാൻ, നിങ്ങൾ നന്മ ചെയ്യണം. അങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് പറയുന്ന 3 കാര്യങ്ങൾ അല്ലാഹു തആല വിലക്കുകയാണ്. 3 കാര്യം നിങ്ങളോട് കൽപ്പിക്കുന്നു. വയൻഹ, അല്ലാഹു വിലക്കുകയാണ് 3 കാര്യം. അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി. ഫഹ്ശാ, മുൻകർ എന്നൊക്കെ പറഞ്ഞാൽ മ്ലേച്ഛ വൃത്തികൾ, തെറ്റായ കാര്യങ്ങൾ. എന്നിട്ട് 3-ാമത് അല്ലാഹു പറയുന്നു വൽ ബഗി, അതിക്രമം, അധിനിവേശം. ഒരാളുടെയും ഭൂമിയിലേക്ക്, ഒരാളുടെയും സ്വത്വത്തിലേക്ക്, ഒരാളുടെയും വിശ്വാസത്തിലേക്ക്, ഒരാളുടെയും ആചാരത്തിലേക്ക്, ഒരാളുടെയും അധികാരത്തിലേക്ക്, ഒരാളുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കൈവെക്കാൻ അനുവദിക്കരുത് ഒരാളെയും. ഇതാണ് നമ്മുടെ പൂർവികരുടെ പ്രചോദനം. ഇതാണ് ഖുർആന്റെ കൽപ്പന. നിങ്ങളുടെ മുന്നിൽ ഒരാൾ ആക്രമിക്കപ്പെടുന്നത് കണ്ടാൽ അവന് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ, അക്രമി മുസ്ലിമാണെങ്കിൽ പോലും പിടിച്ചോളണം അവന്റെ കൈ. അന്യായമായി ഒരാളും ആക്രമിക്കപ്പെട്ടുകൂടാ. വൽ ബഗി, ഈ ആയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മണ്ണ് അത് ബ്രിട്ടീഷുകാർക്കോ ഫ്രഞ്ചുകാർക്കോ അത് പോർച്ചുഗീസുകാർക്കോ അവകാശപ്പെട്ടതല്ല, ഞങ്ങളുടെ മണ്ണാണ്. അതാണ് കുഞ്ഞാലി മരക്കാർമാർ നമുക്ക് കാണിച്ചു തന്നത്. നേരത്തെ പറഞ്ഞുവല്ലോ, 1, 2, 3, 4 മരക്കാർമാർ. കുഞ്ഞാലി മരക്കാർ 4-ാമൻ അദ്ദേഹത്തെ ചതിപ്രയോഗത്തിലൂടെ, ഒരു വേള സാമൂതിരിയുടെ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒറ്റുകൊടുക്കലിന്റെയോ ഭാഗമായി പിടിക്കപ്പെട്ട പോർച്ചുഗീസുകാർ പിടിച്ചുകൊണ്ടുപോയ മരക്കാരെന്ന് പറഞ്ഞ പൊന്നാക്കാരാണ്, പൊന്നാനിക്കാരാണ് മരക്കാർ തറവാട്ടുകാർ. സാമൂതിരിയുടെ പടയാളികളായിരുന്നു അവർ. വർഷങ്ങളോളം സാമൂതിരിക്ക് വേണ്ടി അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഒരു മരക്കാർ മരിക്കുമ്പോ 2-മതൊരു മരക്കാർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. 4-മത്തെ കുഞ്ഞാലി മരക്കാരെ അവർ പിടിച്ചുകൊണ്ടുപോയി ഗോവയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി കൊന്നു. അദ്ദേഹത്തിന്റെ തലയോട്ടി ഉപ്പിലിട്ട് കൊണ്ടുവന്ന് കണ്ണൂരിൽ അവരിങ്ങനെ വടിയിൽ നാട്ടി നിർത്തി. മുഴുവൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിക്കുന്നവർക്കും ഒരു പാഠമാകട്ടെ എന്നവർ ഭീഷണി മുടക്കി. ആ അവസാന ശ്വാസം വരെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പടപൊരുതിയ നമ്മുടെ പൂർവികരായ ആളുകൾ. മറ്റ് മതസ്ഥരെ, വിശ്വാസികളെ, മതമില്ലാത്തവരെ മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. തിരസ്കരിക്കപ്പെടുന്നവർ, മൂടിവെക്കപ്പെടുന്നവർ, അവഗണിക്കപ്പെടുന്നവർ ഒരു വിഭാഗമായതുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്തു സംസാരിക്കുന്നു എന്ന് മാത്രം. ധാരാളം ഹിന്ദുക്കൾ മാത്രമല്ല, നിരീശ്വരവാദികളായ ആളുകൾ, നെഹ്റുവിനെ പോലെ സന്ദേഹവാദികളായ ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി വലിയൊരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇനിയും പ്രതീക്ഷ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് പാറ്റകൾ. പാറ്റ ഇപ്പൊ ചെറിയ ജീവിയൊന്നുമല്ല. പാറ്റകൾ നടത്തിയ സമരം നമുക്ക് വലിയ പ്രചോദനമാണ്. അതുകൊണ്ട് അത്തരം സമരങ്ങൾ ഈ രാജ്യത്തെ അപകടപ്പെടുത്താൻ ആരൊക്കെ ശ്രമിക്കുന്നുവോ അവർക്കെതിരെ ആരെല്ലാം ഉണ്ടോ അവരുമായൊക്കെ ഐക്യപ്പെട്ടുകൊണ്ട്
നമ്മൾ ഒന്നിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വീണ്ടെടുത്തേ പറ്റൂ. ഇതിൻ്റെ ഭരണഘടന ഇന്നും നിലനിൽക്കുകയാണ്. ഈ രാജ്യത്തെ 99% ആളുകൾ ഒരു പ്രശ്നക്കാരുമല്ല. മതേതരത്വം, മതസ്വാതന്ത്ര്യം, മതസൗഹാർദ്ദം അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ നമുക്കാർക്കുമില്ല. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ വന്ദേ മാതരം മുഴക്കുക ഒരു വിശ്വാസിയുടെ അതിനേക്കാൾ നല്ലത് മരിക്കലാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സുലൈമാൻ നബിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിൽ പക്ഷികളുണ്ടായിരുന്നു. അവരുടെ സുഹൃത്ത് വലയത്തിൽ പക്ഷികളുണ്ടായിരുന്നു. നമ്മൾ പഠിക്കേണ്ട ഒരു നബിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി ഉറുമ്പുകളുടെ സംസാരം കേട്ട പ്രവാചകനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്താണ് അത് ശാസ്ത്രീയമായൊക്കെ തെളിയിക്കപ്പെട്ടത് കേൾക്കാമെന്ന്. ആ സുലൈമാൻ നബിയുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഒരു ജീവിയായിരുന്നു ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷി. ഒരു ദിവസം ഹുദ്ഹുദിനെ കാണാനില്ല. സാധാരണ പുറത്തു പോയാൽ പെട്ടെന്ന് തിരിച്ചു വരും. കുറേ നേരമായി കാണാതായപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം മാലിയ ലാ അറൽ ഹുദ്ഹുദ, എന്തു പറ്റി എൻ്റെ ഹുദ്ഹുദിനെ കാണുന്നില്ലല്ലോ, എൻ്റെ ഹുദ്ഹുദ് എവിടെ, ഞാൻ കാണാണ്ടാണോ? അം കാന മിനൽ ഗായിബീൻ, അതല്ല അവന് സ്ഥലത്തില്ലേ, ഒരു പക്ഷിയാണ്, മരം കൊത്തി എന്ന് നമ്മൾ പറയുന്ന പക്ഷിയാണ് അത്രേ ഹുദ്ഹുദ്. എവിടെ എൻ്റെ ഹുദ്ഹുദ്? അപ്പോൾ കുറേ നേരം കാത്തിരുന്നിട്ട് കാണാതായപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം വരട്ടെ ഇങ്ങോട്ട്, ല ഉഅദ്ദിബന്നഹു അദാബൻ ശദീദ, നല്ല കിട്ടലെന്നെ കിട്ടും നമ്മുടെ ഭാഷയെ പറഞ്ഞ എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ കഴിഞ്ഞാണ് ഹുദ്ഹുദ് തിരിച്ചു വരുന്നത്. സൂറത്തുൻ നംലിൽ മനോഹരമായി അല്ലാഹു തആല ഈ സംഭവം പറയുന്നുണ്ട്. ഹുദ്ഹുദ് തിരിച്ചു വരുന്നു. എന്നിട്ട് ഹുദ്ഹുദ് പറയുന്നു, പ്രവാചകരെ ഞാനൊരു സ്ത്രീയെ കണ്ടു, ഇന്നി വജദ്തു ഇംറഅതൻ, ഞാനൊരു പെണ്ണിനെ കണ്ടു, തംലികുഹ, അവൾ അവിടുത്തെ ആ നാട്ടിലെ രാജ്ഞിയാണ്. പ്രവാചകരെ അവരുടെ സ്വഭാവം എന്താ അറിയോ? അവര് സൂര്യനെ ആരാധിക്കുന്നവരാണ്. അവർ സൂര്യനെ ആരാധിക്കുന്നവരാണ്. അങ്ങനെ സൂര്യനെ ആരാധിക്കുന്നവർ, കല്ലിനെ ആരാധിക്കുന്നവർ, അതുപോലെ മരങ്ങളെ ആരാധിക്കുന്നവർ, ജീവികളെ ആരാധിക്കുന്നവർ എല്ലാം ലോകത്തുണ്ടായിട്ടുണ്ട്. വജത്തുഹ വഖൗമഹ യസ്ജുദൂന ലിശംസി, ഞാൻ കണ്ടു ആ സ്ത്രീയും അവരുടെ ജനങ്ങളും സൂര്യന് സുജൂദ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. അങ്ങനെയാണ് ആ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, അശ്ശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമരി, നിങ്ങൾ സൂര്യന് മുന്നിലോ അതുപോലെ ചന്ദ്രന് മുന്നിലോ സുജൂദ് ചെയ്യാൻ പാടില്ല. പാമ്പുകളെ വണങ്ങാൻ പാടില്ല. പാമ്പുകൾ ആരാധിക്കുന്നവരുണ്ട്, തീയിനെ ആരാധിക്കുന്നവരുണ്ട്. അതായത് എന്തെങ്കിലും ആക്രമണം ഭയക്കുമ്പോഴാണ് ജനങ്ങൾ എന്ത് ചെയ്യുക? ആരാധിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുക, സമർപ്പിക്കുക. പാമ്പിനെ ആരാധിച്ചാൽ പിന്നെ പാമ്പിന്റെ ശല്യം ഉണ്ടാകൂലല്ലോ. അതുപോലെ ഭൂമി ദേവി ആരാധിക്കുന്നവരുണ്ട്. ആ ഭൂമി ദേവിക്ക് വേണ്ടി വീടുണ്ടാക്കുമ്പോൾ ഹോമങ്ങളും മറ്റും ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്. അത് ദൈവമാണ് ഹൈന്ദവ സങ്കല്പത്തിൽ. ഭൂമി ദേവി ആരാധിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഭൂമിയെ അമ്മയാക്കി, ഭൂമിയെ ദുർഗാദേവിയാക്കി അതിനോട് വണങ്ങിയും വടങ്ങിയുമുള്ള പ്രാർത്ഥന വന്ദേ മാതരം വിശ്വാസികളായ നമുക്ക് പാടില്ലാത്തതാണ്. വിശ്വാസപരമായി അത് ചൊല്ലുന്നതിൽ മറ്റു വിശ്വസിക്കുന്ന ആളുകൾ ചൊല്ലുന്നതിൽ നമ്മളെതിരല്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ആർക്കും ചൊല്ലാം, ആർക്കും വിശ്വസിക്കാം. പക്ഷെ അത് ചൊല്ലാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുമ്പോൾ, അതിനെ പിച്ച് ചെയ്താൽ ശ്രമിക്കുമ്പോൾ അതിന് നേരെ കണ്ണടക്കുക, അത് കണ്ടില്ലെന്ന് അടയ്ക്കുക. ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ കെട്ടിയോളും എന്ന രീതിയിൽ ഓരോരുത്തരും അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിപ്പോവുക എന്നുള്ളത് അപകടകരമായ ഒരു പ്രവണതയാണ്. ഓരോ മഹല്ലിലും ഈ നാട്ടിലെ മതസ്വാതന്ത്ര്യം, മതമൈത്രി, സാഹോദര്യം നിലനിർത്താൻ വേണ്ടി ഞാൻ എന്ത് പങ്കാളിത്തമാണ് നൽകേണ്ടത്, ഞാൻ എന്ത് സംഭാവനയാണ് സമർപ്പിക്കേണ്ടത് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അതെങ്കിലും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പൂർവികരുടെ രക്തത്തിൻ്റെ മണമുള്ള സ്വാതന്ത്ര്യ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാക നാം മുകളിലേക്ക് ഉയർത്തുമ്പോൾ, ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ നെഞ്ചകങ്ങളിൽ ആ ഒരു ചിന്തയെങ്കിലും ഉണ്ടാകണം എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും വളരെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള, രാജ്യത്തിൻ്റെ സൗഹാർദ്ദവും സ്വാതന്ത്ര്യവും മതമൈത്രിയും അപകടപ്പെടുത്തുന്നതിനെതിരെ സമരം ചെയ്യാനുള്ള, ഒന്നിച്ചു നിൽക്കാനുള്ള വിശ്വാസപരവും ഈമാനികവുമായ കരുത്ത് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈമാന്റെ കരുത്ത് അത്രമേൽ ബലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെടാതെ, അത് തകരാതെ അതിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാനുള്ള ഈമാൻ റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.